നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2 പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, മരിക്കുന്ന കാലം വരെ നിനക്കും കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാ എന്താ പറഞ്ഞേ? കൊറോണ വന്നപ്പോ എല്ലാരും പട്ടിണിയാ. പള്ളിയിലെ ഉസ്താദ് പട്ടിണിയായോ? ഇല്ല. ശമ്പളം പകുതി വെട്ടിയിട്ട് ഉസ്താദും കുടുംബവും നല്ലപോലെ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട്? നീ കൊറോണ വന്നപ്പോ പള്ളി കയറിയില്ല, പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കരിച്ചു. അത് തന്നെ അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ തരാം ഭക്ഷണം. നീ തലകുത്തി ഒന്നും നടക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അല്ലാഹ് പറയാം, ഞാൻ തരാം. ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹ് പറയും, ഞാൻ തരും. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. 2, നല്ല മരണം ഞാൻ തരാം. പറഞ്ഞ വാക്കു മാറ്റാൻ അല്ലാഹ് രാഷ്ട്രീയക്കാരനല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കോ? നിസ്കരിക്കോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. നിങ്ങളെല്ലാരും നിസ്കരിക്കുന്നവരാ. പെണ്ണുങ്ങളോ? നിങ്ങൾ നിസ്കരിക്കൂലേ? നിങ്ങളെല്ലാരും നിസ്കരിക്കുന്നവരാ. നിസ്കരിക്കത്തില്ല എന്ന് ഞാൻ പറയണില്ല. എല്ലാരും നിസ്കരിക്കുന്നവരാ. പക്ഷെ നീ ലോഹർ നിസ്കരിക്കണേ എപ്പോഴാ പെങ്ങളെ? പള്ളിയിലെ മോദി പാവപ്പെട്ടവൻ 12:30 ആകുമ്പോ വിളിക്കും, അല്ലാന്ന് പറഞ്ഞിട്ട് വിളിക്കും ബാങ്ക്. നീ ലോഹർ നിസ്കരിക്കണേ എപ്പോഴാ? നീ ചോറും വെച്ച്, മീനും വെട്ടി, പച്ചക്കറി അരിഞ്ഞ്, കറിയും വെച്ച്, സാമ്പാറും വെച്ച്, അവിയലും വെച്ച്, എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഒരുങ്ങി തിന്നിട്ട് ഒരു ഒളുവിൽ 2 ഫറദാ നിനക്ക്. നീ 3:30 ഒരു നിസ്കാരമുണ്ട്. അത് ഏത് മദ്ഹബാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. പിന്നെ എന്തിനാ അല്ലാഹ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കണേ? നിനക്ക് 3:30 നിസ്കരിക്കാനായിരുന്നെങ്കിൽ എന്തിനാടി 12:30 ബാങ്ക് വിളിക്കണേ? 3:30 വിളിച്ചാൽ പോരായിരുന്നോ? നിസ്കരിക്കാറുണ്ടോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. എത്ര പേരാ ഉള്ളേ? നമുക്ക് തോന്നുമ്പോ വല്ലപ്പോഴും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിസ്കരിക്കാൻ തന്നെ പോട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. മക്കള് നിസ്കരിക്കാറുണ്ടോ? മക്കള് നിസ്കരിക്കാറുണ്ടോ? ഈ വലിയ കുത്തുബുൽ അഖ്താബും വലിയ മഹാനുവാ, നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ? പേടിയുണ്ട്, പറയടാ. എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇങ്ങനെയല്ലേ പഠിച്ചേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തെല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? ഏതെങ്കിലും ഒരു താത്ത നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കളൊക്കെ മലക്കുകളാണെന്നല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കൾ 5 നേരം നിസ്കരിക്കുമെന്നല്ലതിനർത്ഥം. അതെങ്ങനെ? വാപ്പായ്ക്ക് തല്ലാൻ യോഗം ഉണ്ടാവണം. കാരണം വാപ്പ പള്ളിയിൽ